നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു മലബാർ സ്നാക്കാണ് കൂന്തൽ നിറച്ചത്. നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തൊന്നും അത്ര പോപ്പുലർ അല്ലാത്ത ഈ കൂന്തൽ നിറച്ചത്, അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കണവയാണ്. കണവ എടുത്ത് ക്ലീൻ ചെയ്ത് അതിനകത്ത് ഫില്ലിങ്ങൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം മലബാർ സ്നാക്കാണ്. നമുക്ക് വീഡിയോയിലിട്ട് പോവാം. നമുക്ക് കൂന്തൽ നിറച്ചതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ കണവ ഞാൻ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവിയത്, കണവ കട്ട് ചെയ്തത്, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ്. അല്ലാതെ പിന്നെ കുറച്ച് സ്പൈസസ് കൂടെ ഉണ്ട്. ഇതെല്ലാമാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനം. ആദ്യം നമുക്ക് കൂന്തൽ നിറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിന് ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ സാധനങ്ങളായിട്ടിട്ട് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വച്ചേക്കുന്ന കണവയുടെ പീസ്, കണവ ക്ലീൻ ചെയ്തെടുത്തപ്പോഴത്തേക്കും അതിൻ്റെ വാലും തലയുടെ ഭാഗത്തുള്ള കൊമ്പ് ഇതെല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചേക്കുന്ന ആ പീസുകളാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില, ചിരകി വച്ചേക്കുന്ന തേങ്ങ, ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത്യാവശ്യം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത്, ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം, ഫ്ലെയിം ഓഫ് ചെയ്ത്. ഇത് തണുക്കാൻ ഇനി ഒരു 5 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് കൂന്തൽ കോർത്തെടുക്കാനുള്ള ഈർക്കിൽ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പം പച്ച ഓലയുടെ ഈർക്കിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് ആയാലും മതി. നമ്മുടെ ഫില്ലിങ് നല്ല രീതിയിൽ തണുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കൂന്തലിനകത്ത് ഇത് കുറേശ്ശെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കൂന്തൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഇഡ്ഡലി പാത്രം നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് ഒന്ന് പുഴുങ്ങിയെടുക്കാനാണ്. അപ്പോൾ ഫില്ല് ചെയ്ത് റെഡിയാകുമ്പോഴേക്കും ഇതിൽ ആവി റെഡിയായി വരും. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യാം. ഇങ്ങനെ ഫില്ലിങ് കുറേശ്ശെ അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ കണവയും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റീമറിൽ ആവി കയറ്റിയെടുക്കാം. നമുക്കിനി ഈ സ്റ്റീമറിലോട്ട് ഓരോന്നോരോന്നായിട്ട് പറക്കി വെച്ച് കൊടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോഴേക്കും ഈ കണവയുടെ പുറം ഭാഗമെല്ലാം നല്ല വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെച്ചത് ഒരു 5 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. നല്ല ആവി വന്നു. നമുക്കിതിനെ ഒന്ന് ഇറക്കി മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചൊന്ന് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ വെന്ത് റെഡിയായിരിപ്പുണ്ട്. നമുക്കിനി ഒരു ഫ്രൈ പാൻ, വീണ്ടും അടുപ്പിലോട്ടൊരു ഫ്രൈ പാൻ വയ്ക്കാം. ഫ്രൈ പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക.
ഇനി നമുക്ക് ഒരു ഇച്ചിരി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൽ വേവിച്ച് വെച്ചേക്കുന്ന കൂന്തൽ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഈ സോസ് ഇതിൽ നല്ല രീതിയിൽ പിടിക്കുന്നത് പോലെ നല്ല ഒന്ന് ഇളക്കി ഇതിലെല്ലാത്തിലും ഒന്ന് പിടിച്ച് വരുന്ന കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ കരുതുന്നു. ഇതുപോലെ തന്നെ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണം. നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ കൂന്തൽ നിറച്ചത്. ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നല്ല വിഭവങ്ങളുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.